ഹായ്, കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, വെൽക്കം ടു ആര്യ രാജ്. ഇന്നേ ഒരു ടിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവേണേ. വെണ്ടയും ഏത് ചെടിയായാലും ഒരു മുരടിച്ച് വരുന്നതിന് നമ്മൾ ഒരു ടിപ്പ് ഉപയോഗിക്കുക. അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു വിളവെടുപ്പും കൂടെ ഇന്ന് നടത്തണം. എന്തായാലും എല്ലാം നമുക്കൊന്ന് ചെയ്താലോ? വരും, നമുക്ക് ചെയ്യാം. വെണ്ട അത്രയും മുരടിച്ച് നിൽക്കും. വെണ്ട ഇലയൊക്കെ കണ്ടതാണ്, മുരടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ മുരടിച്ച് വരുമ്പം നമുക്കിതിന് നല്ലൊരു വളപ്രയോഗവും ഒരു ടിപ്പ് കൂടെ നമുക്കിതിന് ഉപയോഗിക്കാം. കണ്ട, ഉറുമ്പ് കൊണ്ടാണ് ഇങ്ങനെ, ഈ ഉറുമ്പ് വന്നാണ് ഇതിനെ മുരടിപ്പിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതാ കണ്ട, ഇലയെല്ലാം ചുരുണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സൂത്രമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു ചെടി കാണിച്ചു തരട്ടെ. ഈ വെണ്ട എന്താ, ഇതിനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഇലയൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നത് വേണ്ട. ഇതിന് മുമ്പ് ഇത് തളിച്ചു കൊടുത്തായിരുന്നു. അത് കാരണം ഇതിന് ഒരു സൂക്കേടുമില്ല, നല്ല സുഖമായിട്ട് നല്ല പുഷ്ടിയായിട്ട് നിൽക്കുകയാണ്. കണ്ട, ഇതിനിടയിൽ ഉറുമ്പോ മറ്റു ശല്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുപോലെ വരുന്നതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് കണ്ട, പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ്. ഒരാഴ്ച കൂടുതലായി. കണ്ട, പുളിച്ചൊരു പരുവായിരിക്കുകയാണ്. ഇതിലോട്ടിനി നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കണം. അതിനുശേഷം ഈ കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതിലോട്ട് എന്നിട്ട് ഇതേ സമം വെള്ളം കൂടെ നമ്മൾ ചേർക്കണം. ഒരരട്ടി വെള്ളം ഇതുപോലെ. അതിനുശേഷം ഇതുപോലെ എടുത്ത് ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും വരും മണ്ണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കണം. എന്ന് മിച്ചമുള്ളതിന് അതുപോലെ മൂട്ടിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ 2-3 ദിവസത്തിനകം ഈ മുരടിപ്പും മാറും, ഉറുമ്പും പോവും, ചെടി പുഷ്ടിയായിട്ട് വളർന്ന് വരികയും ചെയ്യും. നമുക്കേ അടുത്ത് വേറൊരു വിളവെടുപ്പ് എടുക്കാനുണ്ട്. ചെയ്യാമോ? വിളവെടുപ്പ് എന്താണെന്നറിയോ? ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങൊക്കെ സാധാരണ 3.5 മാസം ആകുമ്പോൾ വെട്ടിയെടുക്കണമെന്നാണ് പറയാറ്. ഞാനൊരിക്കൽ നട്ട് ഒരു 5-6 മാസം കഴിഞ്ഞ് വെട്ടിയെടുത്തു. പക്ഷെ കിഴങ്ങുണ്ടായിരുന്നേ, എന്ത് പറ്റിയെന്നറിയുമോ? കച്ചിക്കിഴങ്ങ് പോലെ. എന്ന് വെച്ചാൽ വേവൂല, മാവല്ല, ഒരുമാതിരി കരിപരായിട്ടാണ് ഇരുന്നത്. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് 3.5 മാസം. ഒരു കൃഷിക്കാരൻ എന്നോട് പറഞ്ഞായിരുന്നു 3.5 മാസം ആകുമ്പോൾ നമ്മൾ വെട്ടണമെന്ന്. അതുപോലെ ഞാനിതിനെ 3.5 മാസം കഴിഞ്ഞു, ജനുവരിയിൽ നട്ടതാണ്. 4 മാസം ആകുമ്പോൾ ഞാൻ അപ്പോൾ ഇതിനെ ഒന്ന് വെട്ടി നോക്കാൻ പോവുകയാണ്. പടന്ന് ഇത്രത്തോളമായി. കിഴങ്ങുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ. ആദ്യം മൂടിനെ നമുക്ക് അതൊക്കെ ഒന്ന് പിഴുതെടുക്കാം. ഇതിൽ തന്നെ വരണം ഞാൻ തോന്നുന്നു. നിൽപ്പുണ്ട്. ഇത്രയും തണ്ടുണ്ട്. ഈ തണ്ടിനെ ഗ്രോ ബാഗിലോ ക്യാനിലോ ബക്കറ്റിലോ എന്തെങ്കിലും ആക്കി വെച്ചാൽ വീണ്ടും ഇതുപോലെ വിളവെടുക്കാൻ സാധിക്കും. ഞാനന്ന് തറയിലാണ് നട്ടത്. അത് നല്ല കിഴങ്ങ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് കച്ചിക്കിഴങ്ങ് പോലെ ആയിപ്പോയത് കാരണം അത് ഫലമില്ലാതെ പോയി. കണ്ട ഇവിടെ നമുക്കിനി ഇങ്ങനെ ഈ മണ്ണിനെ തറയിലോട്ടൊന്ന് കുടഞ്ഞിട്ട് നോക്കാം. കണ്ട, മണ്ണിന് നല്ല ഇളക്കം ഉണ്ടായിരുന്നു. ഇതുപോലെ മണ്ണിളക്കം വേണം. കണ്ട, അടിയിലത്തെ കരിയിലേക്ക് വെച്ചതൊക്കെ ഇത് കണ്ട നല്ല പരുവായി ഒടിഞ്ഞ് കിടക്കുക. ഉണ്ട് കേട്ടോ, കുറച്ച് കിഴങ്ങുണ്ട്. ഒരു ചെറിയ മൂടല്ലേ, ചെറിയ മൂടാണ്, പക്ഷെ പടന്നാണ് ഇങ്ങനെ ആയത്. മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു, അതിലായിരമാശ
ഇതളാലൊരു പൊന്മലർ നീയും തേൻതുള്ളിയായി അഴകേ തേൻതുള്ളിയായി. വലിയ കിഴങ്ങൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. 4-5 കിട്ടിയുള്ളൂ കേട്ടോ. നല്ല ഓരോക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇത്രയെങ്കിൽ ഇത്ര അവിച്ചെടുക്കാം. ഇതൊക്കെ ഒരു പരീക്ഷണമല്ലേ. ഇതുപോലെ ചെയ്താവുമ്പോഴേ ഈ പരീക്ഷണങ്ങളൊക്കെ നന്നായിട്ട് വിജയിച്ചു വരും. അതുകൊണ്ട് ഇത് ഇപ്പോഴത്തേക്ക് ഇങ്ങനെ മതി. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.